ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്. ഇപ്പോൾ എനിക്ക് 8 മന്തായി. അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ മോനും കൂടി കാണിക്കാനുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ചുരമലയിൽ നിന്ന് ബസ് കയറി മേപ്പാടിയിലെത്തിയിട്ടോ. അതിന് മുന്നിലും ബാക്കിലൊക്കെ കുറേ പ്ലേസൊക്കെ ഉണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് എത്തി. ഇത് കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ള ബസ് കയറി. ഞാൻ, അമ്മ, എൻ്റെ മോനും ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോണത്. ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ കൽപ്പറ്റ കൈനാട്ടി ജനറൽ ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഞാൻ അവിടെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. വയനാട്ടിലുള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ പറയുന്ന സ്ഥലങ്ങളെല്ലാം വയനാട്ടിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. ഇത് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി. ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ പോകുന്നത് OP ടിക്കറ്റ് വാങ്ങാനാണ് കേട്ടോ. ആ OP ടിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് OP ചീട്ട് തരുന്നത്. മിക്കവാറും ഇവിടെ തിരക്കായിരിക്കും. സംടൈംസൊക്കെ ക്യൂ ഭയങ്കര നീളത്തിൽ ഗേറ്റ് വരെയൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഞാൻ OP ചീട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇവിടെ OP ചീട്ടിൽ തരുന്നത് 3 ക്യൂ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 3 ക്യൂവിൽ ഫസ്റ്റത്തെ ക്യൂ വന്നിട്ട് ജെൻസിനും, സെക്കൻഡ് ലേഡീസിനും, പിന്നെ മൂന്നാമത്തത് മുതിർന്ന 60 വയസ്സിന് മേൽപ്പെട്ട മുതിർന്നവർക്കും വേണ്ടിയായിരിക്കും അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ക്യൂ ഒക്കെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ പഴയ OP ചീട്ട് കൊടുത്ത് പുതിയ OP ചീട്ട് വാങ്ങാൻ. അങ്ങനെ എൻ്റെ മോനും കൂടി ഞാൻ OP ചീട്ടും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് മെയിൻ ഡോറ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. മോനുള്ള OP ചീട്ട് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കാണിക്കുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടോ. അപ്പോൾ അമ്മയും മോനും കൂടിയിട്ട് കുട്ടികളുടെ OPയിലേക്ക് അമ്മ പോയി. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഗൈനിക്കായ കൊണ്ട് ഞാൻ അവിടെ ഗൈനിക്കിലേക്ക് എത്തി. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല, കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ സ്ക്രീനിൽ ടോക്കൺ നമ്പർ ഷോ ആവും കേട്ടോ. അപ്പോൾ ആ ടോക്കൺ നമ്പർ നോക്കിയിട്ട് എൻ്റെ ടോക്കൺ നമ്പർ നോക്കുമ്പോഴത്തേക്ക് 52 ആയിരുന്നു. അങ്ങനെ അകത്തേക്ക് വിളിച്ച് ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെയാണ് ഡോക്ടറെ കാണിക്കുന്നത്. ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നായിട്ട് പ്രഗ്നൻസികൾ BP, പിന്നെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ്, വെയിറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതും ചെക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അമ്മയും എൻ്റെ മോനും കൂടിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് വേണ്ടി അമ്മയും എൻ്റെ മോനും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായി. അവനിക്ക് ഏതോ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായി പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ലാബിൽ പോയി. അവിടെ നോക്കുമ്പോൾ അവിടെയും കുറച്ച് തിരക്കായിരുന്നു. അങ്ങനെ റിസൾട്ടും വാങ്ങിയിട്ട് ഞങ്ങൾ കുട്ടീൻ്റെ OPയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ OPയിൽ എത്തിയിട്ടോ. അപ്പോൾ കുട്ടികളുടെ OPയിൽ നോക്കുമ്പോൾ അവിടെയും കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റ് മാത്രം അകത്ത് ഡോക്ടറെ കാണിക്കുന്നുണ്ടായി. നെക്സ്റ്റ് ഞങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് മോന് കുറച്ച് സിറപ്പൊക്കെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ ചുരമലയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും അച്ഛന് സ്കൂട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.